നമ്മുടെ മലയാളികളുടെ സ്വന്തം ജയറാമിൻ്റെ ജന്മദിനമാണെന്ന്. ഇപ്പോൾ ജയറാം എന്ന് പറഞ്ഞ നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ കുറേ എപ്പിസോഡിൽ ജയറാമിൻ്റെ പല സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജയറാമിൻ്റെ ഒരു കരിയറുമായി ഒരു കരിയർ ഒരു യാത്ര, ജയറാം ചെയ്ത സിനിമകളെക്കുറിച്ചും ജയറാമിൻ്റെ കുറച്ച് നേട്ടങ്ങളും നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം ഒരു 17-18 വയസ്സിലൊക്കെ മിമിക്രി രംഗത്തോട്ട് കടന്നു വന്ന ആളാണ് ജയറാം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ജയറാം പ്രീ ഡിഗ്രിക്ക് കഴിഞ്ഞ സമയത്ത് കലാഭവനിൽ വരുന്നു, സജീവമായിട്ട് കലാഭവനിൽ. അതിന് മുമ്പ് അവിടുത്തെ ലോക്കൽ മിമിക്രി ഒക്കെ ആയിട്ട് നടന്നിരുന്നതാണ്. പിന്നീടാണ് കലാഭവനിൽ വരുന്നത്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അന്ന് സിദ്ദിഖ് ലാലിൻ്റെ അവരുടെ ഒരു കാലത്ത് സിദ്ദിഖും ലാലും ഒക്കെ സിനിമയിലേക്ക് പോയ ശേഷം ലാലിന് പകരമാണ് ജയറാം വന്ന് കലാഭവനിൽ വന്നത്. സിദ്ദിഖ് ആദ്യം പോയി, പിന്നീട് ലാൽ കലാഭവനിൽ മാറി. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ് ജയറാം വരുന്നത്. പിന്നീട് ജയറാം പോയ ശേഷമാണ് ദിലീപ് വരുന്നതൊക്കെ. അപ്പോൾ അന്ന് കലാഭവനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് പത്മരാജൻ്റെ അപരൻ എന്ന് പറയുന്ന ഒരു സിനിമ. നമ്മളത് അപരൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അന്ന് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടാതെ വേറെ ആരെ അഭിനയിപ്പിക്കും എന്നാലോചിച്ച് ഒരു പുതുമുഖ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ എന്ന് പത്മരാജൻ ആലോചിച്ച സമയത്താണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പത്മരാജൻ്റെ അടുത്ത സുഹൃത്തും ജയറാമിൻ്റെ വലിയച്ഛനോ ചെറിയച്ഛനോ എന്തായാലും അച്ഛൻ്റെ സഹോദരനാണ് അദ്ദേഹം ഇങ്ങനെ മരുമകനെ റെഫർ ചെയ്യുന്നതും. ആ സമയത്ത് പത്മരാജൻ്റെ മകൻ ആനന്ദ പത്മനാഭൻ കലാഭവൻ്റെ ഒരു മിമിക്രി കാസറ്റ്, ഗൾഫ് പ്രോഗ്രാമിൻ്റെ ഒരു മിമിക്രി കാസറ്റ് കണ്ട് അച്ഛനെ കാണിക്കുന്നതൊക്കെയാണ് പത്മരാജനെ. അങ്ങനെയാണ് ജയറാം വരുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അപരൻ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സിനിമ കൊണ്ട് ജയറാമിന് പിന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ജയറാമിന് അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. 87 ഡിസംബർ ആ ഒരു മാസമാണ് ശരിക്ക് അപരനിലേക്ക് ജയറാം കമ്മിറ്റഡ് ആവുന്നത്. അതായത് 87 ആ ഒരു ന്യൂ ഇയർ സമയത്ത് ജയറാം ഒരു സ്റ്റേജ് ഷോനൊക്കെ ബോംബെയിലോ എവിടെയൊക്കെ പോയി തിരിച്ചു വരുന്നു. പിന്നെ ആ ഒരു ജനുവരി 1-ാം തീയതി ആകുമ്പോഴേക്കും പത്മരാജനെ പോയി കാണുന്നു, അഡ്വാൻസ് വാങ്ങുന്നു. 88 ഫെബ്രുവരിയിലാണ് അപരൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. ആ അപരൻ റിലീസാവുന്നത് മെയ്യിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഏപ്രിലോ മെയ് തന്നെയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ആ അപരൻ്റെ റിലീസിന് മുമ്പ് തന്നെയാണ് പത്മരാജൻ്റെ അടുത്ത 3-ാം പക്കം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ജയറാമിന്. അപ്പോൾ ജയറാമിന് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 3-ാം പക്കം കിട്ടി. പിന്നെ അപരൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് TK രാജീവ്കുമാറൊക്കെ വരുന്നതും അന്ന് നവോദയയിലെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് വന്നിട്ടാണ് അവർ ചാണക്യൻ എന്ന് പറഞ്ഞ അവർ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയിലേക്ക് വേണ്ടി ജയറാമിനെ നോക്കി അത് കൊള്ളാം എന്ന് പറഞ്ഞ ആ ഒരു നടൻ. കാരണം അതിൽ നമുക്കറിയാം ചാണക്യൻ അത്യാവശ്യം മിമിക്രിയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ജയറാമിന് അതിൽ ഫിക്സായി. പിന്നെ കുറേ സിനിമകൾ 88 എന്ന് പറയുന്ന ഒരു വർഷം ജയറാം കമ്മിറ്റ് ചെയ്ത് അതിലൊരു പ്രധാനപ്പെട്ട സിനിമയാണ് വിറ്റ്നസ് എന്ന് പറയുന്ന വിജി തമ്പിയുടെ സിനിമ. അതിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു റോളാണ്. അത് അത്ര നല്ലൊരു ടൈമിങ്ങുള്ള ഒരു നടനെ മാത്രമേ റോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കറിയാം മറ്റേ പൊന്മുട്ട് ഇടുന്ന താറാവ് എന്ന് പറയുന്നത് അതിലെ ഒരു ക്യാരക്ടർ. ശ്രീനിവാസനാണ് ഹീറോ എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. പിന്നെ ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്ന സിനിമ. ഇങ്ങനെ 88 കുറേ നല്ല സിനിമകൾ ചെയ്ത് പിന്നെ 89 എന്ന് പറയുന്ന ഒരു വർഷം കുറേ സിനിമകൾ പിന്നെ ജയറാമിൻ്റെതായ എനിക്ക് നമുക്കറിയാം ചാണക്യനായിക്കോട്ടെ, അർത്ഥം എന്ന് പറയുന്ന ഒരു സിനിമയായിക്കോട്ടെ, അങ്ങനെ കുറേ സിനിമകളുടെ ഭാഗമാവാൻ ജയറാമിന് ആ ഒരു 89 എന്ന് പറയുന്ന ഒരു വർഷവും പറ്റി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിലാണ് ഒരു 90 ഒക്കെ ആയപ്പോഴാണ് ജയറാമിന് കുറച്ച് പരാജയങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി. അപ്പോൾ ആ ഒരു വർഷം 90 എന്ന് പറയുന്ന ഒരു വർഷമൊക്കെ ഇന്നലെ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ജയറാം അന്ന് അത് ഈ അടുത്ത് പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പത്മരാജൻ്റെ അന്നത്തെ അസോസിയേറ്റ് ഒക്കെ ആയിരുന്നതും നടനൊക്കെ ആയ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ പത്മരാജനെ കുറിച്ചുള്ള ഒരു ബുക്കാണത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇന്നലെയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഒരു വൈകിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ജയറാം പറഞ്ഞു, ഇപ്പം എനിക്ക് കുറച്ചൊരു പടങ്ങളൊക്കെ കുറവാണ്, എന്നെ കൊണ്ടുവന്ന് പത്മരാജൻ സാറാണെങ്കിലും എനിക്കതിൽ ഭയങ്കര നന്ദിയുണ്ട്, പക്ഷേ ഇപ്പം എനിക്ക് പടങ്ങൾ കുറവാണ് എന്നൊക്കെ ജയറാം കുറച്ച് ടെൻസ്ഡാണ്. ആ സമയത്ത് തന്നെയാണ് ജയറാം കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ, എനിക്കൊന്ന് പുതിയ കരുക്കൾ, രണ്ടാം വരവ് എന്ന് പറയുന്നൊരു സിനിമയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ ഇതൊക്കെ അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകൾ തന്നെയായിരുന്നു. അങ്ങനെ 91 ജനുവരിയിൽ ഞാൻ ഗന്ധർവൻ റിലീസായി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ തിയേറ്റർ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് പത്മരാജൻ അന്ന് തൃശ്ശൂർ വന്നു. എനിക്കൊന്ന് ട്രിവാൻഡ്രം മുതൽ അങ്ങ് കോഴിക്കോട് വരെയൊക്കെയുള്ള ഇവരുടെ ഒരു യാത്രയാണ്. അപ്പോൾ തൃശ്ശൂർ വന്ന് അന്ന് രാമനിലയത്തിൽ താമസിക്കുന്ന സമയത്ത് അന്ന് കേളിയുടെ ഷൂട്ട് തൃശ്ശൂർ നടക്കുന്നുണ്ട്. അങ്ങനെ ജയറാം പത്മരാജനെ വന്ന് കാണുന്നു. അവിടെ വെച്ച് സംസാരിക്കുന്ന സമയത്താണ് ജയറാമിൻ്റെ കുറച്ച് പടങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പത്മരാജൻ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കും, ഞാനൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു സ്പോർട്സ് റിലേറ്റഡ്, അതായത് ഒരു അത്ലറ്റിക്സിന് പോകുന്ന ഒരു ഡൽഹിക്ക് പോകുന്ന കുറേ ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ അതിൽ റിയൽ അത്ലറ്റുകളെയൊക്കെ ഞാൻ അഭിനയിപ്പിക്കുന്നുണ്ട്. അന്ന് ഈ PT ഉഷയും അങ്ങനെയുള്ള കുറേ പേരൊക്കെ ഞാൻ ഡേറ്റ് വാങ്ങിയിട്ടുണ്ട്, അവരോടൊക്കെ അഭിനയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവരുടെയൊക്കെ ഒരു കോച്ചായിട്ട് റഹ്മാൻ, അങ്ങനെ ഒരു കാമുകനായിട്ട് റഹ്മാൻ, ഇതിൽ വരുന്ന അത്ലറ്റ്സിൻ്റെ ഒരു പെൺകുട്ടിയുടെ കാമുകനായിട്ട് റഹ്മാനും കോച്ചായിട്ട് ജയറാമും.
അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ജയറാമിന് ഒരു ഹോപ്പൊക്കെ കൊടുത്ത്, പക്ഷേ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പത്മരാജൻ വിട്ടുപോയത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ജയറാമിന് ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലെ തന്നെ ജയറാമിൻ്റെ ഒരു കുറേ നഷ്ടങ്ങളെന്ന് പറയുമെന്നെങ്കിൽ നമുക്ക് ഭരതന് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കഥ അത് ജയറാമിനെ വെച്ചിട്ട് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പേ ഭരതൻ വിട്ടുപോയി. അങ്ങനെ കുറേ സിനിമകൾ, അങ്ങനെ ജയറാമിൻ്റെ നമുക്ക് നഷ്ടങ്ങൾ എന്ന് പറയാവുന്ന കുറച്ച് സിനിമകളാണത്. പിന്നെ മേലെപ്പറമ്പിലാണ് വീട് എന്ന് പറഞ്ഞ ജയറാമിൻ്റെ കരിയറിലെ എന്താ പറയുക വേറൊരു വഴിത്തിരിവായ ഒരു സിനിമയാണ് രാജസേനൻ ജയറാം കൂട്ടുകൾ. ജയറാം സിനിമ എന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്, സത്യനന്ദിക്കാടുണ്ട്, കമലുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി രാജസേനൻ എന്ന് പറയുന്നൊരു കൂട്ടുകെട്ട് അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 16ഓളം സിനിമകൾ അവർ ചെയ്തതിൽ ഒരു 10-13 സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ മേലെപ്പറമ്പിലാണ് വീട് ശരിക്കും അന്ന് പ്രിയദർശൻ സംവിധാനം ചെയ്യാനിരുന്നൊരു സിനിമയാണ്. അതായത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു കഥ ഗുഡ് നൈറ്റ് മോഹൻ നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ ജയറാമിനൊന്നും ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പ്രിയദർശൻ സിനിമയുടെ ഭാഗമാവുക. അതിന് മുമ്പ് പ്രിയദർശൻ്റെ ആകെ ഒരു സിനിമയിലെ ജയറാം ഭാഗമായിട്ടുള്ളത് അത് അദ്വൈതമാണ്. അദ്വൈതത്തിൽ പക്ഷേ മോഹൻലാലാണ് നായകൻ. അതിനുശേഷം ജയറാം ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരുന്നാണ്. പക്ഷേ പ്രിയദർശൻ എന്തൊക്കെയോ കാരണങ്ങളോട് അത് ചെയ്തില്ല. പിന്നീടാണ് അത് മാറി മറിഞ്ഞ് വേറെ പ്രൊഡ്യൂസറായി വേറെ സംവിധായകനായ രാജസേനയിലേക്കൊക്കെ എത്തി. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നെ കുറേ സിനിമകൾ അങ്ങനെ തമിഴിൽ ഒരുപാട് സിനിമകൾ ജയറാമിന് തമിഴിൽ നല്ല ബ്രേക്ക് ആയിട്ടുള്ളതാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. കമലഹാസൻ്റെ കൂടെയുള്ള കോംബോ ഒരുപാട്, തെന്നാലി പോലെയും പഞ്ചാന്തരം പോലത്തെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയറാമിന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജയറാമിന് ചെയ്യാൻ പറ്റാതിരുന്ന കാതൽ കോട്ട എന്ന് പറയുന്ന അജിത്തിൻ്റെ കരിയറിൽ വലിയ ബ്രേക്കായ ഒരു സിനിമ, ഭാരതി കണ്ണമ്മ എന്ന് പറഞ്ഞ് പാർത്ഥിവന് അവാർഡ് വരെ കിട്ടിയ ഒരു സിനിമ. ഇതൊക്കെ ജയറാം ഒന്ന് ഒഴിവാക്കിയ സിനിമകളാണ്. ശരിക്കും ജയറാമിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കമ്മത്തൻ എന്നുള്ള സിനിമ ശരിക്കും അത് അനൗൺസ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയും ജയറാം വരുന്നു. അതിൽ പിന്നെ ആ ഒരു ഗസ്റ്റ് റോൾ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, പിന്നീട് ആ ക്യാരക്ടർ ചെയ്തെന്ന് നരയനാണ്, അത് ദിലീപ്. അങ്ങനെയായിരുന്നു. പിന്നീട് ജയറാം ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായി അഭിനയിക്കുന്നുണ്ട്. ജയറാം അത് മാറിയപ്പോൾ ദിലീപ് ആ മമ്മൂട്ടിയുടെ അനിയൻ്റെ വേഷം ചെയ്യുകയും ദിലീപിന് വെച്ചിരുന്ന റോളോട്ട് കുഞ്ചാക്കോ ബോബനെ പ്ലാൻ ചെയ്തു. പക്ഷെ കുഞ്ചാക്കോൻ്റെ ഡേറ്റിന് ഇഷ്യൂ വന്നുകൊണ്ടാണ് അന്ന് നരയനൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കുറേ മാറി മറിഞ്ഞ കുറേ സിനിമകളൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ജയറാമിൻ്റെ നേട്ടങ്ങളെന്ന് പറയാം. കുറേ സിനിമകൾ ജയറാമിൻ്റെ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, മറ്റു ചില നടന്മാർക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അതിലാദ്യത്തെ സിനിമ തന്നെ അപരം എന്ന് പറയാം. ശരിക്കും അന്ന് മോഹൻലാലിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ജയറാമിനെ പത്മരാജൻ കൊണ്ടുവരില്ലായിരിക്കാം. അപ്പോൾ മോഹൻലാലിൻ്റെ തിരക്കായതുകൊണ്ട് ആ ഒരു സിനിമ ജയറാമിന് വന്നു. ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് സിനിമകൾ 80s അവസാനം ജയറാം സിനിമയിലോട്ട് വന്നൊരു സമയത്ത് മറ്റ് സൂപ്രതാരങ്ങൾ മോഹൻലാൽ പോലെയുള്ള, മോഹൻലാൽ തന്നെയാണ് സൂപ്രതാരം, മോഹൻലാൽ മമ്മൂക്ക തന്നെയാണെന്ന്, ലാലേട്ടൻ മമ്മൂക്ക തന്നെയാണ് സൂപ്രതാരങ്ങൾ. അപ്പം മോഹൻലാലിനെ അന്ന് മനസ്സിൽ കണ്ടിരുന്ന പല സിനിമകളും പിന്നീട് ജയറാമിലോട്ട് വന്നിട്ടുണ്ട്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ തുടക്കം കമലൊക്കെ ആലോചിക്കുമ്പോൾ മോഹൻലാലിനെ വെച്ചാണ് ആലോചിച്ചിരുന്നത്. പിന്നീടാണ് അതൊരു ജയറാമിലോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. അങ്ങനെ മറ്റ് പല നടന്മാരെ ആലോചിച്ച് ജയറാമിലേക്ക് വന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അതൊരു വേറെ എപ്പിസോഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം അങ്ങനെ കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ ഒന്നും മിണ്ടാതെ എന്ന് പറയുന്ന ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് ബിജു മേനോൻ ജയറാമായി. ഫ്രണ്ട്സ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെഗ്മെൻറ്റ്. സുരേഷ് ഗോപിനെ വെച്ച് ആലോചിച്ച് ഫോട്ടോഷൂട്ട് വരെ നടത്തുന്ന ഒരു ഘട്ടം എത്തി. അവസാനം സുരേഷ് ഗോപി പിന്മാറിയപ്പോൾ ആ റോളിലോട്ട് ജയറാം വന്ന അങ്ങനെയുള്ള കുറേ, അതൊന്നും ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് നഷ്ടങ്ങളുണ്ടെങ്കിൽ ഇപ്പുറത്ത് കുറേ നേട്ടങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ എടുത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം ജയറാമിൻ്റെ പുരസ്കാരങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ജയറാമിന് അർഹിക്കുന്ന പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് തവണ ജയറാം ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയിട്ടും ജയറാമിന് അവാർഡുകൾ കിട്ടിയിട്ടില്ല. നമുക്കറിയാം ഇന്ന് മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ യുവതലമുറയിലെ നടന്മാരെ വരെ എടുത്താൽ 2-3 തവണ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ നടന്മാരുണ്ട്. പക്ഷേ ജയറാമിന് എത്ര പ്രാവശ്യം എനിക്കൊണ്ട് മികച്ച നടനുള്ള അവാർഡ് ജയറാമിന് കിട്ടിയിട്ട് തന്നെ ഇല്ല. ശരിക്കും ആ തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് അന്ന് 96 ഒരു സ്പെഷ്യൽ അവാർഡ് ജയറാമിന് കിട്ടി. ഞാൻ സംസ്ഥാന അവാർഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മറ്റേ ഏഷ്യാനെറ്റ് അവാർഡുകളോ അല്ലെങ്കിൽ ഫിലിം ഫെയർ അവാർഡുകളോ അല്ല. കേരള സ്റ്റേറ്റ് അവാർഡ് അന്ന് ആദ്യമായിട്ട് ജയറാമിന് കിട്ടുന്നത് തൂവൽ കൊട്ടാരം എന്ന സിനിമയ്ക്ക് സ്പെഷ്യൽ അവാർഡാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വയംവരപ്പന്തൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അന്ന് ജയറാമിന് ഇതേപോലെ ഒരു സഹനടനുള്ള അവാർഡാണ് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2001 ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് വീണ്ടും ഒരു സ്പെഷ്യൽ അവാർഡാണ്. ഒരിക്കലും ഒരു മികച്ച നടനുള്ള അവാർഡ് ജയറാമിന് കിട്ടിയിട്ടില്ല. അന്ന് ജയറാമിന് ഈ സ്പെഷ്യൽ അവാർഡുകൾ കിട്ടിയപ്പോൾ അന്ന് മികച്ച നടനായതൊക്കെ മുരളിയായിരുന്നു. 96 കാണാക്കിനാവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുരളി, 2001 നെയ്ത്തുകാരൻ എന്ന് പറയുന്ന, അല്ല 2001 അന്ന് സ്വയംവരപ്പന്തലിന് ജയറാമിന് സഹനടൻ കിട്ടിയപ്പോൾ മികച്ച നടനായതൊന്ന് ഒ മാധവനാണ്. നാടകക്കാരനും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വലിയ നാടകരാജാചാര്യനായ മുകേഷിൻ്റെ അച്ഛനായ ഒ മാധവനാണ്. 2002 ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടണം. അന്ന് നെയ്ത്തുകാരൻ സിനിമയ്ക്കാണ് മുരളിക്കാണ് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ജയറാമിന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. സ്റ്റേറ്റ് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. ചില പരാമർശങ്ങളൊക്കെ അതിന് ശേഷം ഇല്ല, എൻ്റെ ഒരു ഓർമ്മയിലില്ല. എന്തായാലും കുറവാണ്. കാരണം തൂവൽ കൊട്ടാരം ആയിക്കോട്ടെ, അതിനുശേഷം ഷാജി അൻകറിൻ്റെ സിനിമയൊക്കെ ഉണ്ട്. അത് നടൻ എന്ന് പറയുന്ന കമലിൻ്റെ സിനിമ അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതിന് ജയറാമിന് കിട്ടുമെന്നുള്ളത്. പക്ഷെ ഒരിക്കലും ജയറാമിന് കിട്ടിയിട്ടില്ല. പിന്നെ
അവാർഡുകളൊക്കെ കിട്ടും, കിട്ടാതിരിക്കാം. പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിൽ ജയറാമിന് ഒരു വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. ഇപ്പോൾ ജയറാമിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലും തമിഴിലും അദ്ദേഹം തിളങ്ങിയിരുന്നു. ഇപ്പോൾ അന്യഭാഷയിൽ തെലുങ്കിലും കന്നഡയിലൊക്കെ അദ്ദേഹം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക സൂപ്പർ സ്റ്റാർ പടങ്ങളിലും അദ്ദേഹം ഒരു ഭാഗമാണ്. മണിരത്നത്തിൻ്റെ പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. കുറേ സിനിമ നമുക്കറിയാം, മഹേഷ് ബാബുവിൻ്റെയും രാംചരൻ്റെയും ഇവരുടെയൊക്കെ പല സിനിമകളിലും മഹേഷ് ബാബുവിൻ്റെ അച്ഛനായിട്ടൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിജയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ഫേവറേറ്റ് തുപ്പാക്കി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നല്ല രസമായിട്ടൊക്കെ ജയറാം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജയറാമിൻ്റെ ഇനി അങ്ങോട്ടുള്ള കരിയർ നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ 60 വയസ്സൊക്കെ കഴിഞ്ഞു ജയറാമിന്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ വേറൊരു തരത്തിലുള്ള ജയറാമിനെയൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജയറാമിൻ്റെ സിനിമകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജയറാമിന് അവാർഡുകൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരുന്നിട്ടുണ്ട്, അതുപോലത്തെ സിനിമകൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.